ഇടുക്കി രൂപത മാതൃവേദിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ ഫെസ്റ്റും വെർബി വചനമഹാസംഗമം വിശ്വാസത്തിന്റെ ഉജ്ജ്വല സാക്ഷ്യമായി മാറി. കഴിഞ്ഞ ഏതാനും വർഷങ്ങളിലായി ബൈബിൾ കയ്യെഴുത്ത് മത്സരത്തിന് രൂപത മാതൃവേദി നേതൃത്വം നൽകുന്നു. ഓരോ വർഷവും ഇതിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. ഈ കഴിഞ്ഞ വർഷം 2000-ഓളം പേരാണ് ബൈബിൾ കയ്യെഴുത്തിൽ പങ്കാളികളായത്. കുട്ടികളും യുവജനങ്ങളും പുരുഷന്മാരും സ്ത്രീകളും വൃദ്ധരുമൊക്കെ ഇതിൽ ഉൾപ്പെടും. ശാരീരിക വൈകല്യമുള്ളവരും ഈ വർഷം ബൈബിൾ സ്വന്തം കൈപ്പടയിൽ എഴുതാൻ ശ്രമിച്ചു എന്നത് ഈ വർഷത്തെ പ്രത്യേകതയാണ്. ഇടുക്കി രൂപത മാതൃവേദി സംഘടിപ്പിച്ച ബൈബിൾ കയ്യെഴുത്തിൽ പങ്കെടുത്തവർ അനവധിയാണ്. തങ്ങൾ സ്വന്തമായി പകർത്തിയെഴുതിയ ബൈബിളുമായി എത്തിച്ചേർന്ന നൂറുകണക്കിന് ആളുകൾ 1000 ഏക്കർ സെന്റ് തോമസ് പള്ളിയിൽ നിന്നും ഭക്തിപൂർവ്വം പ്രദക്ഷിണമായി അഭിവന്യ പിതാവിനോടൊപ്പം സമ്മേളന വേദിയിലെത്തി. തങ്ങൾ എഴുതിയ ബൈബിൾ പ്രതിഷ്ഠിച്ച വിശുദ്ധ ഗ്രന്ഥത്തിൽ സമർപ്പിച്ച് അവർ ഭക്തിപൂർവ്വം പ്രാർത്ഥിച്ചു. ബൈബിൾ പ്രതിഷ്ഠയ്ക്ക് വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് പ്ലാച്ചിക്കൽ നേതൃത്വം നൽകി. തുടർന്ന് നടന്ന സമ്മേളനം രൂപത മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു. കേൾക്കുകയും അറിയുകയും എഴുതുകയും ചെയ്ത വചനത്തെ ജീവിതത്തോട് ചേർത്തു പിടിക്കാൻ നമുക്ക് കഴിയണമെന്ന് അദ്ദേഹം ഉത്ബോധിപ്പിച്ചു. പങ്കെടുത്തവരെയെല്ലാം അദ്ദേഹം സഭയുടെ നാമത്തിൽ അഭിനന്ദിച്ചു. രൂപത പ്രസിഡന്റ് ഷേർലി ജൂഡി അധ്യക്ഷത വഹിച്ചു. ഫാദർ റോയ് കണ്ണഞ്ചിറ മുഖ്യ പ്രഭാഷണം നടത്തുകയും CMI മൂവാറ്റുപുഴ പ്രൊവിൻസുമായി ചേർന്ന് നടത്തിയ വചനക്കൊയ്ത്ത് മത്സരത്തിൽ പങ്കെടുത്തവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു. വരും നാളുകളിലും വചനം ധ്യാനിക്കുന്നതിനും പഠിക്കുന്നതിനുമുള്ള വ്യത്യസ്തമായ പദ്ധതികൾ വ്യക്തികൾക്കും കുടുംബങ്ങൾക്കുമായി ഭക്തസംഘടനകളുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കാൻ ശ്രദ്ധിക്കുമെന്നും അഭിവന്യ പിതാവ് പറഞ്ഞു. വചനത്തോടുള്ള സമ്പർക്കം വിശ്വാസത്തിലും ആത്മീയതയിലുമുള്ള വളർച്ചയുടെ പ്രകടമായ അടയാളമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. മാതൃവേദി രൂപത ഡയറക്ടർ ഫാദർ ജോസഫ് കാരിക്കൂട്ടത്തിൽ, സിസ്റ്റർ ട്രീസ SH, ആഗ്നസ് ബേബി, ഫാദർ ജോർജ് കരിവേലിക്കൽ, ഫാദർ ജിൻസ് കാരിക്കാട്ട് എന്നിവർ നേതൃത്വം നൽകി.